നമസ്കാരം. കേരളത്തിന്റെ ചരിത്രത്തില് ജയിലിനുള്ളിൽ നിന്ന് ഒരു സത്യപ്രതിജ്ഞ, ഒരു കൗൺസിലറുടെ സത്യപ്രതിജ്ഞ കഴിഞ്ഞ ദിവസമാണ്. കുറച്ച് കാര്യങ്ങൾ പറയാതിരിക്കാൻ വയ്യ. കേരളത്തിന്റെ ഭരണവ്യവസ്ഥയിൽ ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ ജനപ്രതിനിധികൾക്ക് നേരെ അനാവശ്യ ഇടപെടലുകൾ അല്ലെങ്കിൽ രാഷ്ട്രീയ ഭീഷണികൾ ഇതൊന്നും ഒരു പുതിയ പ്രതിഭാസമല്ല. നമുക്കറിയാം, ഒരു MLA അർദ്ധരാത്രി അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഒരുക്കിയ നാടാണ് നമ്മുടേത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം തന്നെയാണ് പറയുന്നത്. ഇവിടെ ഒരു കൗൺസിലർ, സുഗതൻ എന്ന ഒരു കൗൺസിലർ, ആ കൗൺസിലറെ CPM-ഉം കോൺഗ്രസും ഒരുപോലെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവും. അതിന് സുഗതന്റെ ഫേസ്ബുക്ക് പേജുകളിലൂടെ ഒന്ന് കടന്നുപോയാൽ മതി. ഞാൻ ആ വീഡിയോകളൊന്നും ഇവിടെ പറയുന്നില്ല. പറ്റുന്നവർ ആ വീഡിയോകളിലൂടെ ഒന്ന് കടന്നു പോയി കഴിഞ്ഞാൽ എന്തുകൊണ്ട് സുഗതൻ എന്ന് കൃത്യമായ ഉത്തരം കിട്ടും. പലരും കളിയാക്കുന്നുണ്ട്, ഒരു BJP-യുടെ ഒരു പ്രതിനിധി ജയിലിൽ നിന്നുകൊണ്ട് നാണക്കേടല്ലേ എന്നൊക്കെ പറയുന്നത്. പക്ഷേ തിരുവനന്തപുരത്ത് ഭരണം BJP-യുടെ കയ്യിൽ എത്തിയത് കൊണ്ട് നഷ്ടപ്പെടുന്ന ചിലരുണ്ട്. ആ നഷ്ടം എന്തൊക്കെയാണെന്ന് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നമ്മൾ വായിച്ചെടുക്കുന്നുണ്ട്. എത്ര കോടിയുടെ നഷ്ടമാണ് വരുന്നത് എന്ന്. VP രാജേഷ് ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും CPM-ന്റെ മണ്ടയ്ക്കാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. തലമണ്ടയ്ക്ക് കിട്ടുന്ന ഓരോ അടിയാണ്. ഓരോ പ്രവൃത്തിയും ഏതെങ്കിലും നേതാക്കളുടെ കോടികളുടെ വരുമാനമാണ് നഷ്ടപ്പെടുത്തുന്നത്. വല്ലാത്ത ഒരു അടിയാണ് കിട്ടുന്നത്. സ്വാഭാവികമായിട്ടും അതൊക്കെ തിരിച്ചു പിടിക്കണമെന്നുണ്ടെങ്കിൽ ഭരണം തിരിച്ചു കിട്ടണം. അതായത് ഭരിക്കുന്നത് ജനങ്ങളെ കൊള്ളയടിക്കാനാണ്, അല്ലെങ്കിൽ സർക്കാരിന്റെ മുതൽ അല്ലെങ്കിൽ ജനങ്ങളുടെ മുതൽ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടാണ് എന്നത് തെളിയിക്കുന്നതാണ് തിരുവനന്തപുരത്തെ ഈ സംഭവങ്ങൾ. അത്തരത്തിലുള്ള ചില സംഭവങ്ങളെ മറികടത്താൻ വേണ്ടിയിട്ട് സുഗതനെ പോലെയുള്ളവരെ ചാർത്തിക്കൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കള്ളങ്ങളും നുണകളും പ്രചരിപ്പിക്കാൻ നോക്കുമ്പോൾ അതിനെയൊക്കെ സുഗതൻ എടുത്ത് തെളിവ് സഹിതം എടുത്ത് പുറത്തിട്ടിട്ടുണ്ട്. അതൊക്കെ വീഡിയോയിൽ അവിടെ കിടപ്പുണ്ട്. പിന്നെ സുഗതൻ ജീവിച്ചിരിക്കും തന്നെ ഒരു അത്ഭുതമല്ലേ. ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർത്തി പറയുന്ന, ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്ന ആ ഒരു പ്രതിനിധി, ആ പ്രതിനിധി ജനങ്ങൾക്ക് ഇഷ്ടം ഉണ്ടായിരിക്കും, പക്ഷെ മറ്റു പ്രതിയോഗികൾക്ക് അതത്ര സുഖമായിരിക്കില്ല. അത്തരത്തിലുള്ള ഒരു പ്രതിനിധിയെ ഈ സംഘടിത ശക്തികൾ ചേർന്ന് അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോൾ ആ വ്യക്തി തന്റെ ഭരണഘടനാപരമായിട്ടുള്ള അവകാശവാദങ്ങൾ അല്ലെങ്കിൽ അവകാശങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിന്നത് ജനാധിപത്യത്തിന്റെ ജീവനാഡിയെ തന്നെ ഓർമ്മിപ്പിക്കുകയാണ്. ഇതാണ് കോടതി അംഗീകരിച്ചു കൊടുത്തത്. അയാളെ പേരിലുള്ള കേസ് അത് കെട്ടിച്ചമച്ചതാകാം, അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു കാപ്പ ആക്കേണ്ട ആവശ്യമൊന്നും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. രാഷ്ട്രീയ വൈരാഗ്യം കൊണ്ട് നോക്കുന്നവർ ചിലപ്പോൾ കണ്ടുവന്ന് വരും. പക്ഷെ ഇതിനേക്കാളും വലിയ ക്രൂരന്മാരും തെമ്മാടികളായിട്ടുള്ളവരിന്ന് ഭരണരംഗത്തിരിക്കുന്നവരും ഉണ്ട്. മനസ്സിലായില്ലേ? തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് MP MLA ആയവരുണ്ട്. അവരൊന്നും ഒരു കാപ്പ കേസിലും പ്രതിയായില്ല. അപ്പൊ ഇവിടുത്തെ വിഷയം സുഗതന്റെ കാപ്പ കേസ് അല്ല. അതായത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഭരണം നഷ്ടപ്പെടണം BJP. അതാണ് ഇവിടുത്തെ ഒരു പ്രധാന അജണ്ട. അതിനെന്തും ചെയ്യും. രാഹുൽ മാങ്കൂട്ട് എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ മര്യാദയ്ക്ക് നടന്നു വരുത്തനെ പെണ്ണ് കേസിലെ പ്രതിയാക്കിയിട്ട് ഇപ്പൊ പുതിയ വാർത്ത കേൾക്കുന്നുണ്ട്. ഉത്തരേന്ത്യയിൽ നിന്ന് പെണ്ണുങ്ങളെ ഇറക്കുമതി ചെയ്യാൻ പോകുന്നു, കുറെ പെണ്ണുങ്ങൾ ഇനി കേസ് കൊണ്ടുവരാൻ പോകുന്നു എന്ന് പറഞ്ഞു കേട്ട്. അതായത് ഈ പുറത്തു നിൽക്കുന്ന കോൺഗ്രസിൽ പോലും അല്ലാത്ത രാഹുൽ മാങ്കൂട്ടം പോലും CPM-ന് ഇത്രയധികം പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പ്രത്യക്ഷത്തിൽ ഇപ്പോൾ അത് സുഗതന്റെ ശരീരഭാഷ നോക്കിയാൽ മതി. ഒരു ധൈര്യക്കേടും ഇല്ലാതെ വിളിച്ചു പറയാൻ കഴിയുന്ന സുഗതനെ പിന്നെ ഇവർ വെച്ചുകൊണ്ടിരിക്കുമോ? അത് ചിന്തിച്ചാൽ മതി. അതുകൊണ്ട് തന്നെ ഇതൊരു കൗൺസിൽ യോഗത്തിന്റെ ഒരു വിവാദമായിട്ട് കണക്കൂട്ടാൻ പറ്റില്ല. ജനത്തിന് വേണ്ടിയിട്ട്, ജനഹിതത്തിന് വേണ്ടി നിലകൊള്ളുന്നവരോടുള്ള ഒരു സഹിഷ്ണുത ഇല്ലായ്മയുടെ ഒരു പ്രതിഫലനം എന്നേ പറയാൻ പറ്റുള്ളൂ. രാഷ്ട്രീയ പാർട്ടികളുടെ ഈ കോൺഗ്രസിന്റെയും അതുപോലെ CPM-ന്റെയും സംയുക്ത നീക്കങ്ങളായി ഇപ്പൊ നടന്നുകൊണ്ട് രണ്ടും കൂടെ ചേർന്നിട്ടാണ് നടക്കുന്നത്. ഈ ജനപ്രതിനിധി സഭകളെ ഒരു യാന്ത്രിക സംവിധാനമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സത്യത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾക്ക് ഒരു സ്ഥാനമില്ല. ഒരു കൗൺസിൽ തന്റെ മണ്ഡലത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് അസൗകര്യം ഉണ്ടാക്കുന്നവർ ഭീഷണിയുടെയും നിയമപ്രക്രിയയുടെയും ദുരുപയോഗത്തിലൂടെയും അല്ലാതെയൊക്കെ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ദുഃഖകരമാണ്. എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ ഒരു യുവ നേതാവ് അയാളുടെ സത്യപ്രതിജ്ഞയെയും അയാളുടെ ജനസേവന മനോഭാവത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് പ്രചോദനാത്മകമാണ്, പറയാതിരിക്കാൻ പറ്റൂല. അയാൾ ജയിലിലോ എവിടെ ആയിക്കോട്ടെ, ആ സാഹചര്യം പരിശോധിക്കുക, കേസുകളും പരിശോധിച്ചു കഴിഞ്ഞാൽ നാളെ അയാളെ കോടതി കുറ്റവിമുക്തനായി കഴിഞ്ഞാൽ കഴിഞ്ഞു, അല്ലെങ്കിൽ ജാമ്യം കൊടുത്ത് പുറത്തു വിട്ടു കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു കുറ്റമാണോ? അയാളുടെ സംസാരങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയല്ലേ? അല്ലെങ്കിൽ അയാൾ മോഷ്ടിച്ചു എന്നുണ്ടെങ്കിൽ എത്ര പേരെ മോഷ്ടിച്ചു, കൊന്നു എന്നുണ്ടെങ്കിൽ ഏതൊക്കെ കൊല നടത്തി, എത്ര പേരെ കൊന്നു, അയാൾ മറ്റെന്തെങ്കിലും നടത്തിയിട്ടുണ്ടോ, അതൊക്കെ തെളിയിക്ക്. കുറെ FIR ഇട്ട് അയാളെ മണ്ടയിൽ വെച്ചു കൊടുത്തിട്ട് അയാൾ കുറ്റവാളിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? FIR വരുന്നവരെല്ലാവരും കുറ്റക്കാരാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ഇവിടുത്തെ? സത്യത്തിൽ ജനാധിപത്യത്തിന്റെ അടിസ്ഥാന തത്വമാണ് ഈ അടിച്ചിളക്കി കളയുന്നത്. തലസ്ഥാന നഗരത്തിന്റെ ഭരണം, അതിൽ സുതാര്യത ഉണ്ടാവാൻ പാടില്ല. അവിടെ ജനങ്ങൾ ആരും ഒന്നും ആകാൻ പാടില്ല. നമുക്കറിയാലോ ഇതിനു മുമ്പ് നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ. അത് അതുപോലെ തന്നെ നടക്കണം.
തോന്നിയാസങ്ങൾ നടക്കണം. ഇപ്പൊ പാളയം മാർക്കറ്റ് പോലുള്ള പ്രശ്നങ്ങൾ, അതുപോലെ ദൈനംദിന ജീവിതത്തിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വരെ ഉയർത്തി പറയുന്ന ഒരു പ്രതിനിധി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ സംവിധാനം, അതിനെ ഒരു രാഷ്ട്രീയ എതിരാളികൾ ചേർന്നിട്ട് നിശബ്ദമാക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് അത് ജനവിധിയെ അട്ടിമറിക്കുന്നതിന് തുല്യമാണ്. എന്നാൽ ഈ ജനങ്ങളുടെ പിന്തുണയോടെ ഒരു നേതാവ് മുന്നോട്ട് പോകുമ്പോൾ ആ പിന്തുണയാണ് ആ നേതാവിന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് മനസ്സിലാക്കണം. ഇപ്പോ വട്ടിയൂർക്കാവ് പോലുള്ള മണ്ഡലങ്ങളിൽ ജനകീയ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നത് വലിയ രാഷ്ട്രീയ മാറ്റത്തിന്റെ സൂചനയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് അറിയാലോ, എത്ര കൊല്ലം അവിടെ CPM ഭരിച്ചിരുന്നത്. ഇപ്പോ CPM-ന് ആ സ്ഥാനം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ഈ ഭരണ വൈകല്യം കൊണ്ടാണെന്ന് മനസ്സിലാക്കാത്തത് എന്താണെന്നാണ് നമുക്ക് മനസ്സിലാകാത്തത്. കോർപ്പറേഷൻ പോലുള്ള സ്ഥാപനങ്ങൾ ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തോട് നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അത് റോഡ് നിർമ്മാണമായിക്കോട്ടെ, ഇനി ശുചിത്വമായിക്കോട്ടെ, ജലമായിക്കോട്ടെ, വെള്ളമായിട്ട് കുടിവെള്ളമായിക്കോട്ടെ, വിപണി മറ്റുമായിട്ട് ബന്ധപ്പെട്ട കച്ചവട മേഖല ആയിക്കോട്ടെ, ഇതിനൊക്കെ തീരുമാനം എടുക്കുമ്പോൾ രാഷ്ട്രീയ ലാഭനഷ്ടങ്ങൾക്കപ്പുറം ജനക്ഷേമം എന്ന ഒന്ന് മുൻനിർത്തിയായിരിക്കണം ഇതൊക്കെ ചെയ്യേണ്ടത്. ഒരു കൗൺസിലർ ഈ ക്ഷേമത്തിന് വേണ്ടി ശബ്ദമുയർത്തിയതിനാൽ അയാൾക്ക് നേരെ ഒരു കൂട്ടം ചേർന്നുകൊണ്ട് കുറെ എണ്ണം കൂട്ടിച്ചേർന്നിട്ട് ആക്രമണം നടക്കാന്ന് പറഞ്ഞത് ജനാധിപത്യ വിരുദ്ധമാണ്. ഭരണഘടനയുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ധീരനായ പ്രതിനിധികൾക്ക് പിന്തുണ നൽകുക എന്നത് ഓരോ പൗരന്റെയും ഉത്തരവാദിത്തമാണ്. നിങ്ങൾ ഈ കാപ്പ കേസ് പ്രതി എന്നൊക്കെ പറയുന്ന ഈ സുഗതന് അയാളുടെ വാർഡിൽ നൽകുന്ന സ്വീകാര്യത, അല്ലെങ്കിൽ ആ വാർഡിലെ ജനങ്ങൾ നൽകുന്ന പിന്തുണ, അപ്പൊ ഒന്ന് ആലോചിക്കണം. ആ വാർഡിലെ ജനങ്ങൾ മുഴുവൻ അയാളെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിൽ അയാൾ ആ വാർഡിലെ ഒന്നുകിൽ അയാൾ അടക്കമുള്ള വാർഡിലെ മുഴുവൻ ആൾക്കാരും തലതിരിഞ്ഞവരും ഗുണ്ടകളുമായിരിക്കണം. അങ്ങനെയാണോ പറയുന്നത്? അതല്ലെങ്കിൽ ഈ പറയുന്ന ആരോപണങ്ങളൊക്കെ കെട്ടിച്ചമച്ചതായിരിക്കും. അല്ലെങ്കിൽ ഒരു വാർഡിലെ മുഴുവൻ ജനങ്ങളും ഇയാളെ പിന്നിൽ ഇങ്ങനെ അണിനിരക്കും, അയാൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കും, അയാൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ ഉത്തരവാദിത്തോടെ നിൽക്കും. രാഷ്ട്രീയത്തില് വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാകാം, പക്ഷെ അത് വ്യക്തിപരമായ ആക്രമണങ്ങളിലേക്ക് നീണ്ടുപോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വിഷയം വളരെ വലുതാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസൊക്കെ അങ്ങനെയാണ് നമുക്ക് വരുന്നത്. ഇപ്പോ ഇവിടെ എന്തെടുത്ത് വെച്ചു കഴിഞ്ഞാലും അതിൽ വ്യക്തിപരമായിട്ട് അതിനെ ആക്ഷേപിച്ചുകൊണ്ട് ഒതുക്കുന്നതാണ് നമ്മൾ കണ്ടും വരുന്നത്. ഒരു നേതാവിന്റെ ഒരു ധീരമായ ഒരു നിലപാട്, ഇപ്പൊ VD സതീശന്റെ നിലപാടെന്ന് കണക്കൂട്ടി നോക്ക്. VD സതീശന്റെ ഒരു ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു നിലപാട്, ഇപ്പോ രമേശ് ചെന്നിത്തല നിൽക്കുന്ന നിലപാട്, ഓപ്പറേഷൻ തൂഫാൻ, അപ്പൊ ആ നിലപാടൊക്കെ അങ്ങനെ നിൽക്കുമ്പോൾ രാഷ്ട്രീയ എതിർപ്പ് വെച്ചുകൊണ്ട് ബാക്കിയുള്ളവരെല്ലാവരുടെ പിന്നാലെ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഇവിടെ മാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ വ്യാപകമായിട്ട് പ്രചരിപ്പിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നുണകൾ, പച്ച നുണകൾ, അത് ജനങ്ങളെ അടിച്ചേൽപ്പിക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് കൂടി ഈ നേതാവ് ജനങ്ങൾക്ക് കൊടുത്തിട്ടുള്ള, അല്ലെങ്കിൽ ഈ ഒരു ജനപ്രതിനിധി ജനങ്ങൾക്ക് കൊടുക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾ അതും ചർച്ചയാവുന്നുണ്ട്. അത്തരം വാർത്തകൾ മറ്റ് യുവ നേതാക്കൾക്ക് പ്രചോദനമാകുന്നുണ്ട്. ഇപ്പൊ കേരളത്തിലെ യുവജനങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് കൂടുതലായി വന്നുകൊണ്ടിരിക്കുന്ന സമയം ഇനിയും കൂടുതൽ വരണം. നമുക്കറിയാം ഇപ്പൊ തമിഴ്നാടിന്റെ അവസ്ഥ നോക്കുക. തമിഴ്നാട്ടിലൊക്കെ ചെറുപ്പക്കാരാണ്. അത് മറ്റൊരു വീഡിയോയിൽ പറയേണ്ടതാണ്. ഒക്കെ ചെറുപ്പക്കാരാണ്. എല്ലാം കൃത്യമായി നടക്കുന്നുണ്ട്. പഴയ തമിഴ്നാടല്ല ഇപ്പോ. ഏതാണ്ട് സമാനമായ ഒരു രീതിയിലേക്കാണ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ പോക്ക്. അനധികൃതമായി കൈവശം വെച്ചിരുന്ന മുതലുകളെല്ലാം തിരിച്ചു പിടിച്ചപ്പോൾ തന്നെ ചിലർക്ക് വിരളി പിടിച്ചാണ് സത്യത്തിൽ കണ്ടത്. അതിന്റെ ഒരു കാരണമാണ് ഇവിടെ കാണിക്കുന്നത്. BJP ഭരണത്തിൽ നിന്ന് ഇറങ്ങിപ്പോണം. അതിന് സുഗതന്റെ കാപ്പ കേസും മറ്റു കാര്യങ്ങളും തൂക്കി പിടിച്ച് പൊതിച്ചുകൊണ്ടിരിക്കും. ഇത്രയുള്ള സംഗതി. ജനസേവനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന നേതാക്കൾക്ക് പാർട്ടി രാഷ്ട്രീയത്തിനപ്പുറം ജനപിന്തുണ ലഭിക്കുന്നു എന്നുള്ളത് ഇനിയെങ്കിലും പാർട്ടി നേതാക്കന്മാർ മറ്റുള്ളവർ മനസ്സിലാക്കണം. എല്ലാവരും രാഷ്ട്രീയ അടിമകളായിട്ട് നിലനിൽക്കുന്നവരൊന്നും അല്ല. കുറച്ചുപേരൊക്കെ ചിന്തിക്കാൻ ശേഷിയുള്ളവരുണ്ട്. ഇപ്പോ ഈ തലസ്ഥാനത്തിന്റെ വികസനം തടസ്സപ്പെടുത്തുന്ന ഏതെങ്കിലും ഒരു നീക്കം ഇനി ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? ഏതാണ്ട് അരനൂറ്റാണ്ടോളം CPM ഇവിടെ ഭരിച്ചില്ലേ? ഇവർ കയറിയിട്ട് ഇപ്പൊ മാസങ്ങളല്ലേ ആയുള്ളൂ. ഇതിനൊരു 5 കൊല്ലം അവർ ഭരിക്കട്ടെന്നേ. ഒരു 5 കൊല്ലം അവിടെ ഭരിച്ചു കഴിയുമ്പോൾ അവരുടെ ഭരണത്തിന്റെ ഗുണഫലങ്ങളും ദോഷഫലങ്ങളും ഒക്കെ സാധാരണ ജനങ്ങളിലേക്ക് എത്തും. അങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കഴിയുമ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ ജനം വിധി എഴുതിക്കൊള്ളും. ആ 5 വർഷം എങ്ങനെയായിരിക്കണം ആ മണ്ഡലത്തിൽ അല്ലെങ്കിൽ ആ ഒരു കോർപ്പറേഷനിൽ എന്ന് ഈ പറയുന്ന CPM-ഉം കോൺഗ്രസും അങ്ങ് തീരുമാനിച്ചാൽ പോരെ? അവർ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് വാരിക്കൂരി ചെലവഴിച്ചാൽ പോരെ? അവിടുത്തെ ജനങ്ങളുടെ മെച്ചപ്പെട്ട ജീവിത ശൈലി അങ്ങോട്ട് ഉണ്ടാക്കി കൊടുത്താൽ പോരെ? എന്നിട്ട് കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റിന്റെയും പ്രത്യേകിച്ച് CPM-ന്റെയും അഡ്രസ് അങ്ങോട്ട് വെച്ചാൽ പോരെ? അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർ തന്നെ വോട്ട് എന്ന് വിജയിപ്പിച്ചോളും. പക്ഷെ അത് ചെയ്യാതെ, അതായത് നായ വോട്ട് തിന്നേയില്ല, പശുവിനെ വോട്ട് തിന്നാൻ സമ്മതിക്കുകയില്ല എന്ന് പറയുന്നത് പോലെ നമ്മളൊന്നും ചെയ്യേയില്ല, ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് ചെയ്യിക്കുകയില്ല എന്ന മട്ടിലെ കാര്യങ്ങൾ പോണത് ശരിയല്ല. ഇവിടെ സുഗതൻ എന്ന് പറയുന്ന ഒരു കൗൺസിലർ, അദ്ദേഹത്തെ ജനങ്ങൾ തെരഞ്ഞെടുത്തതാണ്. ജനങ്ങൾ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അത് ജനങ്ങളെ പ്രതിനിധിയെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ളൊരു പ്രതിനിധിയെ രാഷ്ട്രീയ സ്വാധീനം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഭരണ സ്വാധീനം വെച്ചുകൊണ്ട് ഞങ്ങൾ ജനങ്ങളുടെ ഇടയിൽ നിൽക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ കാണിക്കുന്ന ദാഷ്ട്യം എന്ന് പറയുന്നത്
അത് ശരിയായ നിലപാടല്ല, ശരിയായ നടപടിയല്ല, ഒരിക്കലും വെച്ചു പൊറിപ്പിക്കാൻ പറ്റിയതല്ല. Different angles. Don't forget to subscribe and support this channel.